Here we go, Lamine Yamal to Real Madrid. Hi guys, welcome back to Pitch Report. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റയൽ മാഡ്രിഡിന്റെ 2026-2027 സീസണിലേക്കുള്ള 5 സൈനിങ്ങളെ പറ്റിയിട്ടാണ് കേട്ടോ. നമ്പർ 1 ഫസ്റ്റ് സൈനിങ് ഇന്റർ മിലാൻ എന്നുള്ള ഡംഫ്രൈസിന്റെ സൈനിങ് ആട്ടോ. റൈറ്റ് ബാക്കിലേക്ക് ഇപ്പോൾ ഡാനി കർവാലൊക്കെ പോയതിന് ഒരു റീപ്ലേസ്മെന്റ് പോലുള്ള ഒരു സൈനിങ് ആണ്. ആൻഡ് അവിടെ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് ഒരു ഓപ്ഷൻ ആയിട്ടുണ്ടെങ്കിലും ഡംഫ്രൈസ് എനിക്ക് തോന്നുന്നു ഫിസിക്കലി അതേപോലെ തന്നെ പേസ് ഒക്കെ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി അറ്റാക്കിംഗ് സ്റ്റൈലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആണ്. ഫസ്റ്റ് സൈനിങ് ഡംഫ്രൈസ് ആണ്. ആൻഡ് സെക്കൻഡ് സൈനിങ് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് അവിടെ മാർക്ക് കുക്കുറല്ലേ, ഇപ്പോൾ വേൾഡ് ചാമ്പ്യനൊക്കെ ആയിട്ടുള്ള ആൻഡ് ലാ മാസിയ പ്രൊഡക്റ്റ് കൂടിയായിട്ടുള്ള ബാഴ്സലോണ അക്കാദമി ആയിട്ടുള്ള ലാ മാസിയ റയലിനെ ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു അക്കാദമി ആയിട്ടുള്ള ബാഴ്സലോണയുടെ മാർക്ക് കുക്കുറല്ല ടു റിയൽ മാഡ്രിഡ്. അതൊരു സന്തോഷം തരുന്ന വാർത്ത തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബാഴ്സന്ന് അല്ലെങ്കിൽ ലാമാസിന്ന് വരുന്നോണ്ടല്ലോ, പക്ഷെ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയിട്ടുള്ള പ്ലെയർ കരേരസ്. കമ്പാരിങ് ടു കരേരസ് ഇപ്പം ലെഫ്റ്റ് ബാക്ക് ആണ് റയലിന്റെ, പക്ഷേ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുക്കുറല്ല കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയർ ആണ്. ആൻഡ് രണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ ഡെപ്ത് ഉള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ ഈ ഇത്രയും നല്ല ബെസ്റ്റ് പ്ലെയേഴ്സിനെ ഒരു സെയിം പൊസിഷനിൽ ഒരു ക്ലബ്ബ് കിട്ടുമ്പോൾ അത് കുറച്ച് നല്ലൊരു സംഭവമാണ് എന്നുള്ള കേട്ടോ. കാരണം ഇവർ രണ്ടാർക്കും എനിക്ക് തോന്നുന്നു ലീഗിലൊക്കെ ഒരു 10-30 മാച്ചുകൾ റൊട്ടേറ്റ് ചെയ്ത് കളിക്കാൻ സാധിക്കുന്നുള്ളതാണ്. ആൻഡ് അതൊരു നല്ലൊരു ഇമ്പാക്റ്റ് റയലിൽ ഉണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ട് എന്നുള്ളത് തന്നെയാണ്. ആൻഡ് തേർഡ് സൈനിങ് ഇബ്രാഹിം കൊനാറ്റെ, ലിവർപൂൾ താരമായിട്ടുള്ള കൊനാറ്റെ. എനിക്ക് തോന്നുന്നു ഒരു 10-30 വയസ്സിൻ്റെ മേലെ അദ്ദേഹത്തിന് 32 വയസ്സോളം ഉണ്ട്. ഒരു സെമി വെറ്ററൻ എന്നൊക്കെ പറയാൻ പറ്റും. ആൻഡ് കൊനാറ്റെ ഇപ്പോൾ സൈൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അലാബയെ പോലെയൊക്കെയുള്ള ഒരു പ്ലെയർ, ആ ഒരു ടൈപ്പ് പ്ലെയർ ആണ് കൊനാറ്റെ. ഒരു എക്സ്പീരിയൻസ്ഡ് സെൻറ്റർ ബാക്ക് എന്നുള്ള നിലയിൽ ഒരു അലാബയെ പോലെ ഒരു എക്സ്പീരിയൻസ്ഡ് സെൻറ്റർ ബാക്ക് ആയിട്ട് അവിടെ യൂസ് ചെയ്യാൻ തന്നെയാണ് കൊനാറ്റെ അവിടെ സൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഫോർത്ത് സൈനിങ് ബെർണാഡോ സിൽവ. നമ്മളിപ്പോൾ കൊനാറ്റെ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെ ബെർണാഡോ സിൽവയുടെ സൈനിങ് എന്ന് പറഞ്ഞാൽ മാൻ സിറ്റി എന്നാണ് ബെർണാഡോ സിൽവനെ സൈൻ ചെയ്യുന്നത്. ആൻഡ് ബെർണാഡോ സിൽവ ഒരു 32 years old ഒക്കെ ആയിട്ടുണ്ട്, 32 വയസ്സായിട്ടുള്ള ഒരു പ്ലെയർ ആണ്. അദ്ദേഹത്തെ മിഡ്ഫീൽഡിൽ അവിടെ ഫെഡേ വാൽവേഡയും ആറ്റ ഗുലറും ജൂഡ് ബെല്ലിംഗാം ഒക്കെ ഉള്ളപ്പോൾ അയാളെ സൈൻ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ടോണി ക്രൂസും ലൂക്കാ മോഡ്രിച്ചും ഒക്കെ പടിയിറങ്ങി പോയപ്പോൾ ഒരു ഗ്യാപ്പ്. അതെങ്ങനെയൊക്കെ റയൽ മാഡ്രിഡ് ഫാൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഫാൻസ് ഇല്ല എന്ന് പറഞ്ഞാലും ചില മാച്ചുകൾ, ഇമ്പോർട്ടൻറ്റ് മാച്ചുകൾ അത് കാണുന്നുണ്ട്. ഒരു എക്സ്പീരിയൻസ് കുറവ് അത് യങ്ങർ പ്ലേയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കാണുന്നുണ്ടെന്നാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ബെർണാഡോ സിൽവ ഒരു ബാക്കപ്പ്, ഒരു റൊട്ടേഷൻ പ്ലെയർ ആയിട്ട് കളിക്കാനുള്ള ചാൻസ് ആണുള്ളത്. ആൻഡ് CM കളിക്കുന്ന പ്ലെയറാണ്, യെസ് സെൻട്രൽ മിഡ്ഫീൽഡറാണ്. സോ ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിരിക്കും മിഡ്ഫീൽഡിലേക്കുള്ള. ആൻഡ് ഫിഫ്ത്ത് സൈനിങ് കാർലോസ് എഫ്സി. റയലിലേക്കുള്ള ട്രാൻസ്ഫർ ന്യൂസ് വരുന്നതിന് മുമ്പ് എഫ്സിനെ അറിയുന്ന ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കമായിരിക്കും. പക്ഷെ ലാലിഗ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് കുറേ ആൾക്കാർക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഒരു 21 years old പ്ലെയറാണ്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് സീസണിൽ ഒരു അണ്ടർ 23 ഒക്കെ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു ലാലിഗയിലെ. അത്യാവശ്യം നല്ലൊരു സ്ട്രൈക്കറാണ്. അതായത് ബോക്സിൽ കയറി ചെന്നിട്ട് നല്ല രീതിയിലുള്ള ഹെഡിങ്ങും ഫിനിഷിങ്ങും ഒക്കെ ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള പ്ലെയറാണ്. ഒരു നമ്പർ 9 പൊസിഷനിലേക്ക്, പ്രോപ്പർ നമ്പർ 9ന്റെ മിസ്സിങ് റയലിൻ്റെ ആ ഒരു സ്ട്രൈക്കിംഗ് ഏരിയയിൽ നമ്മൾ കാണാറുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ സീസണിൽ നമുക്ക് അവിടെ ഗാർസിയ ഉണ്ടായിരുന്നെങ്കിലും ഗാർസിയനെ കൊണ്ടും ചില മത്സരങ്ങൾ കൂട്ടിയാൽ കൂടിയുള്ള ആളാണ്. ആൻഡ് എഫ്സിയെ സംബന്ധിച്ച് അത് എത്രത്തോളം ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റട്ടോ. കാരണം റയലിൽ എത്തിയിട്ട് നല്ല രീതിയിൽ ഹൈ ഗ്രാഫായിട്ട് പോകുന്ന പ്ലേയേഴ്സും ഉണ്ട്, താന്നു പോകുന്ന പ്ലേയേഴ്സും കൂടുതലാണ്. ഡിപ്പെൻസ്, നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷേ നിലവിലെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പം എഫ്സി കുറച്ച് അടിപൊളിയാണെന്നുള്ളതാണ്. ആൻഡ് ഇനിയുള്ളത് ആറാമത്തെ, അത് സൈനിങ് എന്ന് പറഞ്ഞാൽ സൈൻ ചെയ്യുന്നുള്ള കാര്യം കൺഫേം ആണ്. കാരണം പെരസിൻ്റെ കണ്ണ് അയാളുടെ മേലേക്ക് വീണിട്ടുണ്ട്, പക്ഷേ കൺഫേം ആയിട്ടുണ്ടാവില്ല. കാരണം ഈ 2 ദിവസം മുമ്പ് കൂടി പുള്ളി ലെപ്സിക്കിൻ്റെ ജേഴ്സിയൊക്കെ ഇട്ട് ട്രെയിനിങ് സെഷൻ ഇറങ്ങിയതായിട്ടുള്ളൊരു ന്യൂസൊക്കെ വന്നിട്ടുണ്ട്. സോ ആ ഡീൽ ഡൺ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ യാൻ ഡയമോണ്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഐവറി കോസ്റ്റുകാരൻ റൈറ്റ് വിങ്ങറാണ്. ഐവറി കോസ്റ്റിന് വേണ്ടിയിട്ട് ഈ ഒരു വേൾഡ് കപ്പിൽ കുറേ അധികം ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്ലെയറാണ്. ഇപ്പോൾ നിലവിൽ RP ലെപ്സിക്കിലാണ് കളിക്കുന്നത്. ആൻഡ് ഒരു 100-130 മില്യണോളൊക്കെ അഡോൺ അടക്കം ഉള്ളൊരു ബിഡ് അയാൾക്ക് വേണ്ടി റയൽ വെച്ചു കേട്ടോ ഞാൻ കേട്ടത്. ഇപ്പോൾ യാൻ ഡയമോണ്ടയുടേത് കൺഫേം ആയാൽ 6 സൈനിങ്ങളാണ് റയൽ ഇപ്പോൾ ഈ ഒരു സീസണിൽ. ഇപ്പോൾ ഈ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിലവിലിപ്പം നടത്തിയിട്ടില്ല, ഈ ഒരു നിമിഷം വരെ നടത്തിയിട്ടുള്ളത് എന്നുള്ള കേട്ടോ. പക്ഷെ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലാസ്റ്റ് സീസണിൽ റയൽ മാഡ്രിഡ് ഫാൻസിനിടയിൽ 2 സീസൺ ഭയങ്കര ബാഡായി പരാജയങ്ങൾ നേരിട്ട സമയത്തൊക്കെ പെരസിനെതിരെ ബെർണാബ്യൂവിൽ വരെ
പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇലക്ഷൻ വന്നു, അറിയാലോ ഇലക്ഷൻ വന്ന കാര്യങ്ങളൊക്കെ അറിയാലോ. റിക്കൽമെ ഓപ്പണൻ്റ് ആയിട്ട് വന്നു. ഈ ഒരു സമയത്ത് പെരസ് ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ട് മാഡ്രിഡിസ്റ്റുകൾക്ക്, അതായത് ഒരു ഗലാറ്റിക്കോ പ്ലെയറിനെ, ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന ടീമിലുള്ള ഒരു ഗലാറ്റിക്കോ ലെവൽ പ്ലെയറിനെ ഇവിടെ സ്ക്വാഡിൽ എത്തിക്കുന്നുള്ളത് ഈ ഒരു സീസണിൽ. ആ ഒരു സൈനിങ് എവിടെ എന്നുള്ള കേട്ടോ ചോദ്യം. കാരണം യാൻ ഡയമണ്ടൊക്കെ 130 അല്ല 150 മില്യൺ കൊടുത്ത് റയൽ ലെയ്സ്റ്ററിൽ ഏറ്റവും വലിയ ട്രാൻസ്ഫർ ആക്കി മാറ്റി വാങ്ങിയാൽ പോലും എനിക്ക് തോന്നുന്നില്ല അയാൾ ഒരു ഗലാറ്റിക്കോ ലെവൽ പ്ലെയർ ആണെന്നുള്ളത്. കാരണം യാൻ ഡയമണ്ടിനെ ഞാനങ്ങനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നില്ല, പക്ഷേ അയാളൊരു ഗലാറ്റിക്കോ പ്ലെയർ ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ആൻഡ് മൈക്കിൾ ഒലേസിനെ നോക്കിയിട്ടുണ്ട്, അത് കൺഫേം ആയിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല ബയാണ് ഈ ഒരു സീസണിൽ ഒലേസിനെ കൊടുക്കുന്നുള്ള. ഒലേസിന് താല്പര്യം ഉണ്ടെങ്കിൽ പോലും ആ ഡീൽ നടക്കും എന്നുള്ള കാര്യത്തിനെ പറ്റി എനിക്ക് അറിയില്ല. ആൻഡ് അത് ആരായിരിക്കും എന്നുള്ളതാണ്, വരികയാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും എന്നുള്ളതാണ്. ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഹിയർ വി ഗോ ലെമീൻ ജമാൽ ടു റയൽ മാഡ്രിഡ് എന്ന്. അന്നപ്പോൾ ഞാൻ കേരള ഫാബ്രിസിയോ ഒക്കെ ആക്കിയ ആൾക്കാരുണ്ട് കേട്ടോ. ഓൾറെഡി ചോദിക്കാനുള്ളത് നിങ്ങളെ അഭിപ്രായം ഇതിൽ കമന്റ് ബോക്സിൽ പറയാം. ആരായിരിക്കും ആ ഒരു ഗലാറ്റിക്കോ സൈനിങ് എന്നുള്ളത്. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്